നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അയോധ്യയിലേത് രാജ്യം കണ്ട ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയെന്ന് KC വേണുഗോപാൽ MP. കേരളത്തിലെ അടക്കം പാവപ്പെട്ട ആളുകളാണ് അയോധ്യയിൽ പണം സംഭാവന ചെയ്തത്. ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോടെയാണ് കൊള്ള നടന്നതെന്നും പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിച്ചു. നിശ്ചയിച്ചവരാണ് ട്രസ്റ്റ് ഭാരവാഹികളെന്നും ഇപ്പോൾ പ്രധാനമന്ത്രി മൗനത്തിലാണെന്നും വേണുഗോപാൽ. അനുമതികളൊന്നുമില്ലാതെ പ്രവർത്തിച്ച പ്ലാസ്റ്റിക് സംസ്കരണ മാലിന്യ കേന്ദ്രത്തിന് 1 ലക്ഷം രൂപ പിഴ ചുമത്തി എലപ്പുള്ളി പഞ്ചായത്ത് അധികൃതർ. പഞ്ചായത്തിൽ ഡെങ്കിപ്പനിയുടെയും പകർച്ചവ്യാധികളുടെയും സാന്നിധ്യം അറിഞ്ഞ് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് അനധികൃത മാലിന്യ സംസ്കരണ കേന്ദ്രം അടപ്പിച്ചത്. പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധന ഊർജിതപ്പെടുത്തണമെന്നും ആരോഗ്യത്തിന് ഹാനികരമാക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യാവകാശ കേന്ദ്രം ഡയറക്ടർ കൃഷ്ണൻകുട്ടി. കവർച്ചയ്ക്കിടെ വയോധികയെ തീയിട്ട് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. സംഭവം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ. മരിച്ചത് അട്ടയാമ്പതി സ്വദേശി സരസമ്മാൾ. സംഭവത്തിൽ 2 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. 66 വയസ്സുകാരിയുടെ കൊലപാതകം ആഭരണങ്ങൾക്കു വേണ്ടി. തൃശൂർ പെരുമ്പിലാവിൽ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് 50ഓളം പേരിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയ പ്രതിയെ പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടി. പാലക്കാട് വാലിപ്പറമ്പ് റോഡിൽ കുമ്പിളിവേലിൽ വീട്ടിൽ സെബാസ്റ്റ്യനാണ് അറസ്റ്റിലായത്. തൃശൂരിൽ വീണ്ടും എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും 9 കിലോ കഞ്ചാവ് പിടികൂടി. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഓപ്പറേഷൻ തണ്ടർ വാറ്റ് ചാരായവുമായി പ്രതി പിടിയിൽ. വിദേശ മദ്യം സ്കൂട്ടറിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഡ്യൂപ്പ് രവി എക്സൈസിന്റെ പിടിയിൽ. വാർത്തകൾ വിശദമായി. അയോധ്യയിലേത് രാജ്യം കണ്ട ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയെന്ന് KC വേണുഗോപാൽ MP. കേരളത്തിലടക്കം പാവപ്പെട്ട ആളുകളാണ് അയോധ്യയിൽ പണം സംഭാവന ചെയ്തത്. ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോടെയാണ് ഇത് നടന്നിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിച്ചു നിയമിച്ചവരാണ് ട്രസ്റ്റ് ഭാരവാഹികളെന്നും പ്രധാനമന്ത്രി മൗനത്തിലാണെന്നും വേണുഗോപാൽ പറഞ്ഞു. പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിച്ച നിയമിച്ചവരാണ് ട്രസ്റ്റ് ഭാരവാഹികൾ. പ്രധാനമന്ത്രിക്ക് മൗനമാണ്. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ആഭ്യന്തരമന്ത്രി മിണ്ടോട്ടമില്ല. SIT പാവപ്പെട്ട കുറെ ജീവനക്കാരെ മാത്രമാണ് ചോദ്യം ചെയ്യുന്നത്. കൊള്ളയുടെ ഉത്തരവാദിത്വം ട്രസ്റ്റിന് തന്നെയാണ്. വിശ്വാസത്തിനെതിരായ കടന്നാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി അല്ല കണ്ടത്. ദൈവങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാമെന്ന് BJP കാണിച്ചതെന്ന് അയോധ്യയിലൂടെയാണ്. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ചോദ്യം വരും. സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണം. വിഴിഞ്ഞം തുറമുഖം അദാനി വിഷയത്തിൽ ഒരു നിലപാട് മാറ്റവുമില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇന്ന് ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതുമായ വിഷയമാണ് രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10-25 വർഷക്കാലമായിട്ട് ഈ രാമക്ഷേത്രത്തിന് വേണ്ടി നേരിട്ട് വിശ്വഹിന്ദു പരിഷത്തും RSSും അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ അവർ ജനങ്ങളിൽ നിന്ന് പിരിവ് നടത്തി മറ്റെല്ലാ ഭക്തജനങ്ങളും വിശ്വാസം അർപ്പിച്ച ഒരു ക്ഷേത്രമാണ് രാമക്ഷേത്രം. ആ കാണിക്കയിലിട്ടിരിക്കുന്ന സംഭാവനകളാണ് ഇപ്പം കൊള്ളയടിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന സാധാരണക്കാരായ ഭക്തജനങ്ങൾ, നമ്മുടെ കേരളത്തിലടക്കമുള്ള ഭക്തജനങ്ങൾ അവരുടെ പാവപ്പെട്ടവരുടെ ഭാഗമായി അവർ സംഭരിച്ച പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അമ്പലത്തിലേക്ക് നൽകിയതാണ് ഇപ്പോൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർണവും കൊള്ളയടിക്കപ്പെട്ടു, പണവും കൊള്ളയടിക്കപ്പെട്ടു. ഇതാരാ ചെയ്തത്? കഴിഞ്ഞ 4-5 മാസക്കാലത്തെ അവിടെ നടന്നിരുന്ന സംഭവങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതെല്ലാം ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോട് കൂടിയിട്ടാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. CCTV ഫുട്ടേജ് അത് നീക്കം ചെയ്യപ്പെട്ടു. അവിടുത്തെ സെക്യൂരിറ്റി വിഭാഗം തലവന് മുന്നറിയിപ്പ് നൽകി ഇവിടെ മോഷണത്തിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ്. സുരക്ഷ ഇല്ലയെന്ന്. ഇതൊന്നെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ കൊള്ള നടത്താൻ അനുവാദം കൊടുക്കുകയും അതിന് എല്ലാവിധ പ്രേരണ ശക്തിയുമായത് അവിടുത്തെ ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അനുമതികളൊന്നുമില്ലാതെ പ്രവർത്തിച്ച പ്ലാസ്റ്റിക് സംസ്കരണ മാലിന്യ കേന്ദ്രത്തിന് 1 ലക്ഷം രൂപ പിഴയിട്ട് എലപ്പുള്ളി പഞ്ചായത്ത് അധികൃതർ. പഞ്ചായത്തിൽ ഡെങ്കിപ്പനിയുടെയും പകർച്ചവ്യാധികളുടെയും സാന്നിധ്യമറിഞ്ഞ് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന മാലിന്യ കേന്ദ്രം അടപ്പിച്ചത്. പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധന ഊർജിതപ്പെടുത്തണമെന്നും ആരോഗ്യത്തിന് ഹാനികരമാക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യാവകാശ കേന്ദ്രം ഡയറക്ടർ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു. എലപ്പുള്ളി കുന്നുകാട് പ്രദേശത്താണ് അനധികൃതമായി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിച്ചത്. പ്ലാന്റിൽ ജോലി ചെയ്തിരുന്ന അതിഥി തൊഴിലാളിക്ക് ഡെങ്കു വന്നതായും ഇയാൾക്ക് ചികിത്സ നൽകാതെ നാട്ടിലേക്ക് അയച്ചതായും ആരോപണമുണ്ട്.
മനുഷ്യവാസ കേന്ദ്രത്തിന് സമീപം അലക്ഷ്യമായി അനുവാദമില്ലാതെ പ്രവർത്തിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ഇത്രയും നാളും നടപടിയെടുക്കാത്തതിന് പിന്നിൽ നടത്തിപ്പുകാരുടെ രാഷ്ട്രീയ ബന്ധമാണ്. മറ്റിടത്ത് പ്രവർത്തിച്ചിരുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ വ്യാപകമായി പരാതി ഉയർന്നപ്പോഴാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കുന്നുകാട്ടിലേക്ക് മാറ്റിയത്. പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധന ഊർജിതപ്പെടുത്തണമെന്നും ആരോഗ്യത്തിന് ഹാനികരമാകുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യാവകാശ കേന്ദ്രം ഡയറക്ടർ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 19-ാം വാർഡ് പ്രദേശം കുന്നുകാടാണ്. ഈ മാലിന്യങ്ങൾ ഇത്രയും ലോഡ് കണക്കിന് ഒരു 100 കണക്കിന് 1000 ലോഡാണ് ഇതിനകത്ത് കിടക്കുന്നത്, കെട്ടിക്കിടക്കുകയാണ്. ഈ സാധനം ഈ മറ്റേ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിനാകെ തന്നെ ഈ വാർഡിന് മാത്രമല്ല പരിസര പ്രദേശങ്ങളിലാകെ ഡെങ്കി പടർന്ന് 2 പേർക്ക് ഇവിടെ ഡെങ്കിപ്പനി വന്ന് അവരിവിടെ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന നിയമമില്ലാത്ത പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഇല്ലാത്ത അനധികൃതമായി നടത്തുന്ന അലി എന്ന കോഴിക്കോട്ടുകാരൻ ഇവിടെ നടത്തുന്ന ഈ അനധികൃത പരിപാടി അടിയന്തരമായി വകുപ്പ് മേധാവികൾ ഇടപെട്ടുകൊണ്ട് ആരോഗ്യ വകുപ്പും പഞ്ചായത്തും ജില്ലാ കളക്ടറടങ്ങുന്ന ഉന്നത മേധാവികൾ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി ഇതിനെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ഉണ്ടാക്കണമെന്ന് കൂടിയാണിത് പറയാനുള്ളത്. കാരണം ഇതുപോലുള്ള ഒരു മാലിന്യ മറ്റ് അസംസ്കൃത സാധനങ്ങളും മനുഷ്യ ഇടപഴി തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഇടാൻ പാടില്ലാത്തൊരു പ്രദേശമാണിത്. മാത്രമല്ല കൃഷികളാണ് ചുറ്റുപാടും, കൃഷിയാണ്, നെൽകൃഷിയും തെങ്ങ് കൃഷിയുമാണ്. മനുഷ്യർ തിങ്ങിപ്പാർക്കുന്നതാണ്. ഈ മുന്നിൽ കാണുന്ന ടർഫാണ്, 100 കണക്കിന് കായിക താരങ്ങൾ വന്ന് കളിക്കുന്ന ടർഫാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കവർച്ചയ്ക്കിടെ വയോധികയെ തീയിട്ട് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. പാലക്കാട് കൊഴിഞ്ഞമ്പാറയിലാണ് സംഭവം. അട്ടയാമ്പതി സ്വദേശി സരസമ്മാളിനെയാണ് പ്രദേശവാസികളായ യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്തി കുഴിച്ചിട്ടത്. 66 വയസ്സുകാരിയായ സരസമ്മാളിന്റെ ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതിനിടെയാണ് കൊലപാതകം. തൃശൂർ പെരുമ്പിലാവിൽ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തലപ്പിള്ളിപ്പറമ്പിൽ രാജീവിന്റെ ഭാര്യ 33 വയസ്സുള്ള ആതിരയാണ് മരിച്ചത്. എടപ്പാളിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആതിരയെ കാണാനില്ലാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ജോലി കഴിഞ്ഞ് മടങ്ങുമേ സമയമായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ യുവതി പതിവായി സഞ്ചരിക്കുന്ന വഴിയിലൂടെ പരിശോധന നടത്തുകയായിരുന്നു. രാത്രി 11 മണിയോടെ പെരുമ്പിലാവ് പൂയംകുളത്തിന് സമീപം ആതിരയുടെ സ്കൂട്ടർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. സമീപത്തു നിന്ന് തന്നെ യുവതിയുടെ മൊബൈൽ ഫോണും ലഭിച്ചു. ഇതിനെ തുടർന്ന് കുളത്തിൽ നടത്തിയ പരിശോധനയാണ് മൃതദേഹം കണ്ടെത്തിയത്. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. കുന്നംകുളം പോലീസ് മേൽനടപടി സ്വീകരിച്ചു. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് 50ഓളം പേരിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയ പ്രതിയെ പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടി. പാലക്കാട് വാലിപ്പറമ്പ് റോഡിൽ കുമ്പിളി വേലിൽ വീട്ടിൽ സെബാസ്റ്റ്യനാണ് പിടിയിലായത്. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ പറ്റിയ ശേഷം വ്യാജ വിസയും വ്യാജ വിമാന ടിക്കറ്റും കിട്ടി വഞ്ചിക്കപ്പെട്ടവരാണ് സെബാസ്റ്റ്യനെതിരെ പരാതി നൽകിയത്. ഗ്ലോബൽ പാത്ത് അസോസിയേഷൻ എന്ന പേരിൽ സ്ഥാപനം നടത്തിയാണ് സെബാസ്റ്റ്യൻ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത്. പാലക്കാട്, എറണാകുളം, പത്തനാപുരം, വിഴിഞ്ഞം തുടങ്ങിയ ഭാഗങ്ങളിലായിരുന്നു തട്ടിപ്പ്. കേരളത്തിന് പുറമെ അയൽ സംസ്ഥാനത്തും ഇയാൾ ധാരാളം പേരെ പറ്റിച്ചിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ 10/6/2026 രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന സെബാസ്റ്റ്യനെ എറണാകുളം ഭാഗത്തു നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള കൊല്ലം സ്വദേശിനിയായ യുവതിയെ ഉപയോഗിച്ചാണ് സെബാസ്റ്റ്യൻ വ്യാജ വിസയും വ്യാജ വിമാന ടിക്കറ്റും നിർമ്മിച്ചിരുന്നത്. കേസിൽ പ്രതിയായ യുവതിയെ പിടികൂടാനുണ്ടെന്നും സൗത്ത് പോലീസ് അറിയിച്ചു. ഡമ്മി ടിക്കറ്റ് കിട്ടും. അപ്പോൾ അതിൽ സംശയം തോന്നുന്ന പ്രകാരം ഞാനിവിടെ ഓഫീസിൽ വന്നപ്പോൾ ഓഫീസിൽ കൂട്ടി പിന്നെ വിളിച്ചാൽ എടുക്കുക എനിക്ക് ഒരു അല്ലാവാലിയുടെ എക്സ്പെർട്ട് ഒരു പാക്കിംഗ് സ്റ്റാഫായിട്ട് എനിക്കൊരു കാഷ്യറായിട്ടായിരുന്നു അൽഫലാനിക്സിൻ്റെ ഒരു കാഷ്യറായിട്ടായിരുന്നു ഒരു ജോലി പറഞ്ഞത്. അതായത് തന്നെ അവർ ആദ്യം നമ്മുടെ 20,000 മേടിച്ച് റിസിപ്റ്റ് വന്നു. പിന്നെ രണ്ടാമത് വിസ അയച്ചു വിസ അയച്ച സമയത്ത് വീണ്ടും ഒരു 60,000 മേടിച്ചു. പിന്നെ ടിക്കറ്റ് വീണ്ടും ഒരു ടിക്കറ്റ് അയച്ച സമയത്ത് വീണ്ടും 40,000 മേടിച്ചു. പിന്നെ ഇവർ വിളിച്ചപ്പോൾ ഫോൺ എടുത്തുള്ള ഞാൻ ആദ്യം ഒരു 60,000 കൊടുത്തായിരുന്നുള്ളൂ. പിന്നെയാണ് ഞാൻ എയർപോർട്ടിലേക്ക് പോയത്. എയർപോർട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഇവർ പറഞ്ഞത് ബുക്കിംഗ് ടിക്കറ്റാണെന്ന് പറഞ്ഞു. ഒരു ഏജൻസിനെ വിളിച്ചപ്പോൾ ഏജൻസി എടുക്കണ്ടായില്ല. എൻ്റെ അമ്മ വിളിച്ച് കഴിഞ്ഞിട്ട് ഇവരെടുത്ത് ഇവരെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു 60,000 ആകെ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി 60,000 കൂടി തന്നു കഴിഞ്ഞാൽ വീണ്ടും ടിക്കറ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഇവർ കുറേ നേരം അമ്മയുടെ അടുത്ത് വർത്താൻ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ 60,000 അയച്ചു കൊടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ വീണ്ടും എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും 9 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി മുഹമ്മദ്
അഫിനുൾ ഇസ്ലാം പിടിയിലായി. സംശയം തോന്നിയ എക്സൈസ് ഇയാളുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഓപ്പറേഷൻ തണ്ടർ. വാറ്റുചാരായവുമായി പ്രതി അറസ്റ്റിൽ. മാടക്കത്തറ പുതുനഗർ ആലപ്പാട്ട് യേശുദാസിന്റെ മകൻ ജെയിംസിനെയാണ് എക്സൈസ് പിടികൂടിയത്. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ പ്രിവന്റീവ് ഓഫീസർ AB സുനിലും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പ്രതിയെ ചോദ്യം ചെയ്തതിൽ ചാരായം വാറ്റുന്നതിന് ഉപയോഗിച്ച വാറ്റുപകരണങ്ങളും വാഷിടാൻ ഉപയോഗിച്ച 200 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ഡ്രമ്മും സമീപ പ്രദേശങ്ങളിൽ ഇരുന്നത് കാണിച്ചു തന്നത് തൊണ്ടിയായി കണ്ടെടുത്തു. പ്രതി വാറ്റിയ ചാരായം സമീപ പ്രദേശങ്ങളായ കരുവാൻകാട്, കുണ്ടുകാട്, പനമ്പിള്ളി, താന്നിക്കുളം ഭാഗങ്ങളിൽ വിൽപ്പന നടത്തിയിരുന്നു. പ്രതിയെയും തൊണ്ടിമുതലുകളും കേസ് റെക്കോർഡുകളും കേസ് രജിസ്റ്റർ ചെയ്ത് റിമാൻഡ് ചെയ്യുവാൻ കോളനി റേഞ്ചിന് കൈമാറി. പാർട്ടിയിൽ പ്രിവന്റീവ് ഓഫീസർമാരായ രാജിത് TJ, ലത്തീഫ് K, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റിജോ CJ, ജെറിൻ JO, മിക്കി ജോൺ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിവ്യ ജോർജ്, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഗിരീഷ് VG എന്നിവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിദേശ മദ്യം സ്കൂട്ടറിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഡ്യൂപ്പ് രവി എക്സൈസിന്റെ പിടിയിലായി. തൃശൂർ പീച്ചി വടക്കുംപാടം സ്വദേശി ചെള്ളി വീട്ടിൽ 54 വയസ്സുള്ള രവിയാണ് അറസ്റ്റിലായത്. എക്സൈസ് തൃശൂർ റേഞ്ചിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ തണ്ടന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇയാളിൽ നിന്ന് 12 കുപ്പി വിദേശ മദ്യം പിടിച്ചെടുത്തു. കാലങ്ങളായി ഇയാൾ വൻതോതിൽ മദ്യം ശേഖരിച്ചു വെച്ച് ആവശ്യക്കാർക്ക് സ്കൂട്ടറിൽ എത്തിച്ചു വിൽപ്പന നടത്തിവരുന്നതിനാണ് ഇയാൾക്ക് ഡ്യൂപ്പ് രവി എന്ന പേര് വന്നത്. ഇയാൾ സമാന രീതിയിലുള്ള 10ഓളം കേസുകളിൽ പ്രതിയാണെന്ന് എക്സൈസ് അറിയിച്ചു. മദ്യം വിറ്റ് കിട്ടിയ 2250 രൂപയും സ്കൂട്ടറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സാമൂഹിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അംഗൻവാടികളെ ഇല്ലാതാക്കാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ പറഞ്ഞു. അംഗൻവാടികളെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടമാണിതെന്നും മോഹനൻ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU പാലക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന അംഗൻവാടികളുടെ ചിറകരിയുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അമിതഭാരം അടിച്ചേൽപ്പിക്കുമ്പോൾ തന്നെ വേതനം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനോ മിനിമം വേതനം വർദ്ധിപ്പിക്കാനോ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്നും മോഹനൻ പറഞ്ഞു. ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണ്. അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ കിട്ടണമെങ്കിൽ സംസ്ഥാനത്തിന്റെ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട്, സംസ്ഥാനത്തിന്റെ നിലപാട് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രൈം മിനിസ്റ്ററുടെ ഈ പദ്ധതി പ്രകാരം അതിന് ലഭിക്കേണ്ട ഫണ്ടിന്റെ കണക്ക് വെച്ചുകൊണ്ട് 60% ഫണ്ട് കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റുമായി CM3 പദ്ധതി നടപ്പിലാക്കുകയാണ്. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ തകർത്തുകൊണ്ട് നടപ്പിലാക്കാനും പറ്റില്ല. അതാണ് അവർ പറയുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകൾ എന്ന് പറഞ്ഞത്, ആ നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടല്ല ഇപ്പോ നടപ്പിലാക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. അത് ചർച്ച ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴേക്കും CPM-ഉം ഇടതുപക്ഷവും കേരളത്തെ കാവ്യവൽക്കരിക്കുന്നു. മിനിമം വേതനം ടീച്ചർമാരുടെ 26,000 രൂപയും ഹെൽപ്പർമാരുടെ 21,000 രൂപയുമാക്കുക, കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, പോഷകാഹാര കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സംഘടന ഉന്നയിച്ചു. ജില്ലാ പ്രസിഡന്റ് K തങ്കമണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി V സരള, BK യമുനാദേവി, C അംബിക എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് 2024 SSLC+2 ഉൾപ്പെടെ വിവിധ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച യൂണിറ്റിലെ അംഗങ്ങളുടെ മക്കളെയും അടുത്ത ബന്ധുക്കളെയും അനുമോദിച്ചു. കൂടാതെ 100% വിജയം കൈവരിച്ച SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂൾ, ഗണേഷ് ഗിരി HS എന്നീ സ്കൂളുകളെയും സ്റ്റാമ്പ് വെൻഡിംഗ് രംഗത്ത് 50 വർഷം സേവനം പൂർത്തിയാക്കിയ യൂണിറ്റിലെ ആദരണീയ അംഗം രാമചന്ദ്രനെയും ചടങ്ങിൽ ആദരിച്ചു. ജൂലൈ 10 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഷൊർണൂർ വ്യാപാര ഭവന്റെ 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. അഭിനന്ദനാർഹമാണ് എന്ന് ഒരു വേദിയിൽ ഒരു കുട്ടിക്കൊരു ഉപഹാരം നൽകി, സ്നേഹം നൽകി ആദരിക്കുമ്പോൾ അത് പറയാതെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ സമൂഹം നിങ്ങളെ അംഗീകരിച്ചതാണ്. രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നാം നമ്മുടെ മക്കളോട് പറയുന്നത്, ഈ മക്കളുടെ വിജയം, അവരുടെ ഓരോ മാർക്കുകളും, ആ മാർക്കുകൾ അവർ നേടിയെടുത്തിട്ടുള്ളത്
അവർ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഉറങ്ങാത്ത രാവുകൾക്കുള്ള പ്രതിഫലമായിട്ടാണ്. ആ കഠിനാധ്വാനത്തെ അവർ നേടിയിട്ടുള്ള വിജയം അത് എത്ര ചെറുതായാലും വലുതായാലും അത് ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ സന്തോഷം. പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ എ ഹമീദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് കെ എം സുലൈമാൻ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ വ്യാപാര ഭവൻ ബിൽഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ ബി ജൂബി, വി പി സുരേന്ദ്രൻ, സുബ്രഹ്മണ്യൻ മാസ്റ്റർ എന്നിവരെയും ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് കെ ബി ജൂബി അധ്യക്ഷനായ ചടങ്ങിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സുദേശ് വി എസ് സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം പി രതീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ഏരിയ കൺവെൻഷൻ നടന്നു. സംസ്ഥാന സെക്രട്ടറി എൻ പി കോമളം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ചെയ്യാൻ കഴിയും, സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയും, ഇതിനേക്കാളും പുരുഷന്മാരെ വിശേഷപ്പനോട് ചൂടാവൂട്ട. സ്ത്രീകൾക്ക് നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പിന്നെ എന്തിനാണ് നമ്മൾ നെറ്റി ചുളിക്കുന്നത്? ഇനി നമുക്ക് സമയമുണ്ട്, ഇനി റിട്ടയർ ചെയ്തിട്ട് വേറെ എന്തെന്നാ ചെയ്യാനുള്ളത്? അപ്പോൾ നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ സംഘടനയെ സംബന്ധിച്ചും നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വെറുതെ ഇരിക്കേണ്ടവരല്ല നമ്മളെ എന്നൊരു ബോധം ഉണ്ടാവുക. അതുപോലെ തന്നെ സ്ത്രീകളെ മുന്നോട്ട് പോകണ്ടോ? ഈ നിര അങ്ങോട്ട് ഫുള്ളായി, മറ്റേ നിരയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മെമ്പർഷിപ്പ് വായിച്ചപ്പോൾ അതിശയായി പോയി. കൂടുതലും ഏറ്റവും കൂടുതൽ ചടങ്ങിൽ പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും ഒരുക്കിയിരുന്നു. ഏരിയ പ്രസിഡന്റ് വി കെ ശ്രീരാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി പി വിശ്വനാഥൻ നായർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പി ഗംഗാധരൻ, ബ്ലോക്ക് രക്ഷാധികാരികളായ പ്രൊഫസർ ഇ ജി പൗലോസ്, ടി കെ ഭാസ്കരൻ, ബ്ലോക്ക് പ്രസിഡന്റ് സി എൻ ഭവദാസൻ ഉണ്ണി, ബ്ലോക്ക് സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി കെ ഒ ജോസഫ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി വി സരോജിനി നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലക്കിടി പേരൂർ യൂണിറ്റ് കൺവെൻഷൻ ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. ഒറ്റപ്പാലം ബ്ലോക്ക് സെക്രട്ടറി എൻ എം നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഗ്യാസിന് വില കൂടുന്നത് എങ്ങനെയാണ്? പെട്രോളിന് വില കൂടുന്നത് എങ്ങനെയാണ്? ഇതിലൊരു ചർച്ച ചെയ്ത് ഏതാണ്ട് ഒരു ധാരണയിൽ എത്തി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതിനൊക്കെ വില കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും മിസൈലും ബോംബും വിടാൻ തുടങ്ങിയപ്പോൾ വീണ്ടും വില കൂടി. അപ്പോൾ ഇതൊക്കെ നമ്മളെ അടക്കം, നമ്മുടെ സമൂഹത്തിനെ അടക്കം എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ലോകത്തിലെ സാമ്പത്തിക വിഷയങ്ങൾ നമ്മളെയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊക്കെ സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള സംഘടനാരേഖ, നമ്മളെ രാജ്യത്തെ സ്ഥിതി. യൂണിറ്റ് പ്രസിഡന്റ് ജി ജഗദീഷ് അധ്യക്ഷത വഹിച്ചു. എൻ പി മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം കെ സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് പി വാസുദേവനുണ്ണി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പുതിയ അംഗങ്ങളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. ടി പി ജയറാം, ടി പി ജെറോം, എം കെ രാമൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടിയെ എൻ എം നാരായണൻ നമ്പൂതിരി ഉപഹാരം നൽകി ആദരിച്ചു. യൂണിയൻ സെക്രട്ടറി മേരിക്കുട്ടി സെബാസ്റ്റ്യൻ സ്വാഗതവും എ സേതുമാധവൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വി എസ് വത്സൽ ടീച്ചർ പ്രാർത്ഥന ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കേരളശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ ശോഭന ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പുതുതായി വന്ന അംഗങ്ങളെയും ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെയും കലാപ്രതിഭകളെയും ഉപഹാരം നൽകി ആദരിച്ചു. ഉപഹാരങ്ങൾക്കൊപ്പം ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം പി കൃഷ്ണൻകുട്ടി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി രാജഗോപാലൻ മാസ്റ്റർ നവാഗതരെ പരിചയപ്പെടുത്തി. സാംസ്കാരിക വേദി കൺവീനർ ടി ജി ശ്രീവത്സൻ വിവിധ മേഖലയിലുള്ളവരെ അനുമോദിച്ചു. സി കൃഷ്ണദാസ്, എം ശിവശങ്കരൻ, എ സരസ്വതി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി കെ കെ രാമൻകുട്ടി സ്വാഗതവും കെ കൃഷ്ണദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലെ 1976-77 SSLC ബാച്ചിന്റെ സംഗമം നടന്നു. ചെറുതുരുത്തി റിവർ റിട്രീറ്റ് ഹാളിൽ നടന്ന സംഗമം പൂർവ്വ വിദ്യാർത്ഥിനിയും തൃശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ റിട്ടയേർഡ് ഡോക്ടറുമായ ജ്യോതി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കൂടുതൽ നമ്മുടെ
ഉള്ളൂ. എസ്പെഷ്യലി ഇതുപോലെ കുട്ടികളായിരുന്നപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്സ് ഉണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്, അവരുടെ കൂടെ പഴയ കാര്യങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്ത് എങ്ങനെയാണെന്ന് ഓർക്കുന്നതും ഓർത്തെടുക്കുന്നതും, എസ്പെഷ്യലി ആ സമയത്തൊക്കെ എല്ലാവർക്കും നല്ല മെമ്മറീസ് ആയിരിക്കും. അത് തിരിച്ച് നമ്മൾ എടുക്കുന്നത് ഭയങ്കര നല്ല ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഗെറ്റ് ടുഗദറിന് എല്ലാ ആശംസകളും നേരുന്നു. ഇനി വരാത്തവർ ഇനി വരട്ടെ, ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് നടക്കട്ടെ. നെക്സ്റ്റ് ഇയർ എന്തായാലും കൂടണം. ശരിക്കും 50th ഇയർ ആയതുകൊണ്ട്. ചെറുതുരുത്തി റിവർ ട്രീറ്റ് ഹാളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി ചടങ്ങ് പൂർവ്വ വിദ്യാർത്ഥിനിയായ തൃശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ റിട്ടയർഡ് ഡോക്ടർ ജ്യോതി ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രസിഡന്റ് ഹൈമ ചങ്ങരത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നളിനി വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. മറ്റു ഭാരവാഹികളായ TM വത്സല, NP രമ തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി AC ഷീല സ്വാഗതവും ട്രഷറർ P ഗീത നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയോധ്യയിലേത് രാജ്യം കണ്ട ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയെന്ന് KC വേണുഗോപാൽ MP. കേരളത്തിലെ അടക്കം പാവപ്പെട്ട ആളുകളാണ് അയോധ്യയിൽ പണം സംഭാവന ചെയ്തത്. ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോടെയാണ് കൊള്ള നടന്നതെന്നും പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിച്ചു. നിശ്ചയിച്ചവരാണ് ട്രസ്റ്റ് ഭാരവാഹികളെന്നും ഇപ്പോൾ പ്രധാനമന്ത്രി മൗനത്തിലാണെന്നും വേണുഗോപാൽ. അനുമതികളൊന്നുമില്ലാതെ പ്രവർത്തിച്ച പ്ലാസ്റ്റിക് സംസ്കരണ മാലിന്യ കേന്ദ്രത്തിന് 1 ലക്ഷം രൂപ പിഴ ചുമത്തി എലപ്പുള്ളി പഞ്ചായത്ത് അധികൃതർ. പഞ്ചായത്തിൽ ഡെങ്കിപ്പനിയുടെയും പകർച്ചവ്യാധികളുടെയും സാന്നിധ്യം അറിഞ്ഞ് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് അനധികൃത മാലിന്യ സംസ്കരണ കേന്ദ്രം അടപ്പിച്ചത്. പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധന ഊർജിതപ്പെടുത്തണമെന്നും ആരോഗ്യത്തിന് ഹാനികരമാക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യാവകാശ കേന്ദ്രം ഡയറക്ടർ കൃഷ്ണൻകുട്ടി. കവർച്ചയ്ക്കിടെ വയോധികയെ തീയിട്ട് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. സംഭവം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ. മരിച്ചത് അട്ടയാമ്പതി സ്വദേശി സരസമ്മാൾ. സംഭവത്തിൽ 2 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. 66 വയസ്സുകാരിയുടെ കൊലപാതകം ആഭരണങ്ങൾക്കു വേണ്ടി. തൃശൂർ പെരുമ്പിലാവിൽ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് 50ഓളം പേരിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയ പ്രതിയെ പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടി. പാലക്കാട് വാലിപ്പറമ്പ് റോഡിൽ കുമ്പിളിവേലിൽ വീട്ടിൽ സെബാസ്റ്റ്യനാണ് അറസ്റ്റിലായത്. തൃശൂരിൽ വീണ്ടും എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും 9 കിലോ കഞ്ചാവ് പിടികൂടി. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഓപ്പറേഷൻ തണ്ടർ വാറ്റ് ചാരായവുമായി പ്രതി പിടിയിൽ. വിദേശ മദ്യം സ്കൂട്ടറിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഡ്യൂപ്പ് രവി എക്സൈസിന്റെ പിടിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.